മുറിഞ്ഞിട്ടില്ല അത്. അതിൽ പ്രത്യേകം പറഞ്ഞോട്ടോ നമ്മളെ പണി കളയാൻ വേണ്ടിട്ട് ഇരിക്കണ ആർട്ട് ഡയറക്ടർ ഐഷു. ഇവിടെ ആരും ചെയ്യും, അതിന് വേദനിക്കും. 2 മുറി മുറിച്ചിട്ട് ഇതേട്ടാ പേപ്പർ കീറിയിട്ടില്ല. ആര്? ഞാനല്ലേ? ഞാനായിരിക്കും. പേപ്പറാ? ശരി, പേപ്പർ പാവല്ലേ. ഒരു കുമ്മൻ അടിച്ചു വന്ന് കുമ്മന വീഡിയോ വേണ്ട, വീഡിയോ വേണ്ടെന്ന് വെച്ചു. നമ്മള് വീഡിയോ എടുക്കുമല്ലോ, എടുക്കുമല്ലോ. ഓ എങ്ങോട്ടാണ് പോകുന്നേ? കുറച്ചുകൂടെ നീ ഒന്ന് ബെൻഡായിരുന്നു. അതെ, അങ്ങനെ റിയാക്ട് ചെയ്തു, ഷിഫ്റ്റ് റിയാക്ട് ചെയ്തു, റിയാക്ട് ചെയ്തു, ദേഷ്യമായി റിയാക്ട് ചെയ്തു. അവളെ നോക്കിയോ, കിരൺ അവളെ നോക്ക്, റിയാക്ട് ചെയ്തു. Double vlog, and here is 2 days there and here. That all I tried to. റെഡി ആയതാന്ന് അപ്പൊ കൊടുക്കും. ഒരിടത്തുള്ള 2 സംഭവങ്ങൾ എടുക്കുന്നുണ്ട്. പൊതുവേ നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ ഇവിടെ ഇറങ്ങി പോകത്തുള്ളൂ. കണ്ടല്ലേ, അതെന്നാ ചേച്ചിനെ മാത്രം നീ ഒളിച്ചു കൊടുക്കണേ. അപ്പൊ നമുക്കില്ലേ, നമുക്ക് ചുടുവില്ലേ ഗൈസ്? എവിടെ പോയാലും പെണ്ണുങ്ങൾ കാണും കുറച്ചുകൂടി എന്ത് പറയാം, ഓഫേഴ്സ് എക്സ്ട്രാ ആയിട്ട് സ്നേഹത്തോടെ പെരുമാറും. പക്ഷെ നമുക്കൊന്നില്ല. മതി മതി മതി, കയറി ഇരിക്കുമ്പോൾ സീറ്റ് നനയും. അതിനെന്താണ് നമുക്കെന്താ പ്രശ്നം? കോസ്റ്റ്യൂമർ ഉണ്ടല്ലോ, അയൺ ചെയ്ത് തരും. അതിക്കെന്താ പ്രശ്നം? കോസ്റ്റ്യൂമർ ഉണ്ടല്ലോ, കോസ്റ്റ്യൂമർ അവിടെ സാരി വയ്ക്കാൻ പോകും.
അടിച്ച് നോക്കാം വിചാരിച്ചത്. Guys. ഡസ്റ്റ് ഉണ്ട് ഡസ്റ്റ് ഉണ്ട് ഇവിടെ. അവൻ എവിടെ പിന്നിക്കണം ഡസ്റ്റ്? കല്യാണം റിയാക്ട് ചെയ്തു, ഫീലായി, ഡൗൺ വന്നു, സ്ലോ ഗെറ്റിംഗ് അപ്പ്, സ്ലോ വന്നു, റിയാക്ഷൻ മൂഡായി, വെള്ളം പോയിട്ട് വരാമേ. ശരി എന്ന് പറഞ്ഞ് ബാഗ് പോകാൻ വരട്ടെ. റിയാക്ട് നോക്കി കിരണിനെ റെഫർ ചെയ്തു, വീണ്ടും ഇവിടെ നോക്കി, പുള്ളി ഷാർപ്പായിട്ട് നടന്നു വരുന്നുണ്ട്. രാഹുലാണ് നടന്ന് ക്യാമറ ചേർന്ന് വന്ന് നിന്നു. റിയാക്ഷൻ 2:30 അവിടെ വന്നു. നിങ്ങൾ കൈ കൂപ്പുന്ന ഫീല് ടോളി തിരിച്ചോടെ ചേട്ടൻ ഒന്ന് നോക്കിയവരെ കണ്ടു. പിടിക്കവനെ ആ പറഞ്ഞിട്ട് പ്രസാദം കൊടുക്കാം. റെഡി റോൾ റോൾ. ബാ മോനെ ബാ. റെഡി. கல்யாணி பண்றது சேட்டையை பார்த்துருக்கியா? இதாதி தொலைச்சு ഈ മാസത്തോടെ ശമ്പളം കട്ട്. വീണ്ടും റിയാക്ട് ചെയ്തു. അവനെന്നോ ഇത്രയും പേര് ഇരിക്കുന്നു. വീഡിയോ കൊണ്ട് പോസ്റ്റ് ചെയ്ത ഒരേ ഒരാളാണ്. കാണരുത് ഒന്ന് റിയാക്ട് ചെയ്തു. വീണ്ടും ഇവിടെ നോക്കി നിന്റെ റൈറ്റിലേക്ക് തിരിച്ചു നോക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന കണ്ടു പെയിന്റ്. നിന്റെ റൈറ്റിലേക്ക് തിരിഞ്ഞു നോക്ക്, അവിടെ പെയിന്റ് ഇരിക്കുന്ന കണ്ടു. ഐഡിയ. വീണ്ടും ഇവിടെ നോക്കി, വീണ്ടും ക്യാമറയ്ക്ക് ഇങ്ങോട്ട് റിയാക്ട് ചെയ്തു. വീണ്ടും ഒന്ന് നോക്കി, പെയിന്റ് ഇരിക്കുന്ന കണ്ടു. തിരിയും നോക്കി, വീണ്ടും ഇവിടെ നോക്ക്, റിയാക്ട് ചെയ്തു. പെയിന്റ് എടുക്കാനൊക്കെ പോയിക്കോ. ഓക്കെ സാർ ഒഴിക്കുന്നതിന് പുഷ്പനാണ് നമ്മുടെ ആർട്ടിന്റെ പുഷ്പനാണ്. ആ ശരി. അപ്പൊ എങ്ങനെയാ? അപ്പൊ ഞാൻ ജയിച്ചില്ലേ? ഇനി ഒരു പോയിന്റ് കൂടെ. ഐഷുവിന് 3. അല്ല വിൻ ചെയ്തു. കള്ളക്കളി ഞാനല്ലേ ചേച്ചാ? ഞാൻ ചേച്ചി പുതിയ ഉണ്ടാ ശരി. വിജയനെ ഇന്നും കളിക്കുന്നു. ജോൺ പപ്പറും സീസറും വാ ചേച്ചി ഇവിടെ ഷോർട്ടാണ്. യെസ്. പ്രോട്ടീനും അങ്ങനെ നാലിഫ്റ്റിയ ട്രാഫിക് ഉണ്ടാക്കി. എന്നോട് വോയിസ് വന്നത് കൂടുതൽ വോയിസ് വന്നതിന് ശേഷം ഇതൊക്കെ ഞാൻ ഇടും. ഓക്കെ
ഞാൻ ഇത്ര വീഡിയോയിൽ എൻ്റെ വോയിസ് മിസ് ചെയ്തെന്ന് അറിയാമോ? ഞാൻ ഇവിടെ വയസ്സ് ഇങ്ങനെ ഇരിക്കൂല. Guys, ഇങ്ങനെയാണ് എൻ്റെ വോയിസ്. അങ്ങനെ ഒന്നുമില്ല. പിന്നെ എങ്ങനെയായിരിക്കും എൻ്റെ വോയിസ്? അങ്ങനെ ഒന്നും എൻ്റെ വോയിസ് അല്ല, ഇതാണ് എൻ്റെ വോയിസ്. ഓക്കെ, എനിക്ക് മലയാളം അത്രയ്ക്ക് സംസാരിക്കാൻ അറിയില്ല. എന്തായാലും അങ്ങനെ ഒന്നുമില്ല. എനിക്ക് മലയാളം സംസാരിക്കാനേ അറിയില്ല. പിന്നെ എങ്ങനെ ഞാൻ തെരി പറയും? മനസ്സിലാവും, സംസാരിക്കും, പക്ഷേ ഫ്ലുവൻ്റ് ആയിട്ട് ഈ നലിഫിനെ പോലെ എനിക്ക് സംസാരിക്കാൻ അറിയില്ല. എന്ത് വെച്ചാൽ ഇവർക്കൊക്കെ ഡയലോഗ്സ് ഉണ്ടല്ലോ, പക്ഷെ എനിക്ക് ഡയലോഗ്സ് ഇല്ല. നന്നായിട്ട് സംസാരിക്കും. ഇങ്ങനെയാണ് അവൻ എപ്പോഴും എന്നെ കളിയാക്കും. ഇത്രയും അവൾക്ക് മതിയല്ലോ. എന്തായാലും സംസാരിക്കാൻ പഠിച്ചോണ്ടിരിക്കുന്നു. ഓക്കെ, ഞാൻ ഇതുവരെ വീഡിയോയിൽ ഇങ്ങനെ സംസാരിച്ചിട്ടേ ഇല്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. സോ എനിക്ക് കൊഞ്ചം കറക്റ്റ് അൺകംഫർട്ടബിൾ ആയിട്ടിരിക്കുന്നു വീഡിയോയിൽ സംസാരിക്കുന്നു. വണ്ടി ഓടിക്കുന്ന പോലെ എനിക്കൊരു ഫീൽ. ഇത്രയും ചുത്തോണ്ട ഒരു കാര്യമില്ല. അതാ മര്യാദക്ക് വീട്ടിലെ ചെണ്ട് ഇല്ല, കൊല്ലാൻ വരുന്നേന് അങ്ങനെയല്ലേ പറയണത്? എന്റെ ചേച്ചി വീട്ടിലെ പിസ്സ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വാ മക്കളെ വന്ന് കഴിക്കാൻ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോ എനിക്ക് കല്യാണമായി ഒരു കുഞ്ഞും ജനിക്കുന്നതാണ് എന്റെ ഒരു വിശ്വാസം. അതായിരിക്കുന്നതാണ് എന്റെ ഒരു വിശ്വാസം. നോക്കാം. അപ്പൊ ഈ പിസ്സയുടെ കാര്യം അവരൊക്കെ കാണുമ്പോ പിസ്സ ചിലപ്പോ അലിഞ്ഞ് വേറെ എന്തെങ്കിലും കാരണം വന്നിരിക്കും. അതുകൊണ്ട് പിസ്സ പറയരുത്. നമ്മൾ വന്നിട്ട് പെട്ടെന്ന് നമുക്ക് സീരിയലില് വോയിസ് വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇടാൻ പറ്റുമല്ലേ? ഞാൻ ഇന്റർവ്യൂ ആയാലും പിന്നെ അവാർഡ് ഷോ ആയാലും ഞാൻ സംസാരിച്ചില്ലെന്ന് എല്ലാവരും എൻ്റെ മേലെ ദേഷ്യപ്പെട്ടു. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ, സംസാരിക്കരുതെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചില്ല. അല്ല അഞ്ഞമ്മ? അതെ അതെ. അപ്പം അത്രയും ക്യാരക്ടറിന് അത്രയും ഒരു സ്ട്രെങ്ത് വരല്ലേ, നല്ല കാര്യമല്ലേ? എല്ലാരും എവിടെ പോയാലും ചോദിക്കും, കല്യാണി സംസാരിക്കോ, കല്യാണി റിയൽ ആയിട്ട് സംസാരിക്കോ, എല്ലാരും ചോദിക്കൂലേ? ഗുഡ് നോ. പക്ഷെ ഞാൻ പാവപ്പെട്ട പെണ്ണല്ലേ. പക്ഷെ എല്ലാവരും കല്യാണിക്ക് ഹേറ്റേഴ്സ് കൂടി. ഇവല്ല അഹങ്കാരി, സംസാരിക്കത്തില്ല. അങ്ങനെയൊന്നുമില്ല. കല്യാണി പാവം. എല്ലാരും പറയും കല്യാണി പാവം എന്ന് മാത്രമാണ് പറയുന്നത്, അല്ലാണ്ട് കല്യാണി ഒന്നും പറഞ്ഞിട്ടില്ല. അത് സ്വന്തമായിട്ടൊരു ബിൽഡപ്പ്. അങ്ങനെയല്ലോ, ഞാൻ കണ്ടിട്ടുണ്ട് കമന്റ്സ് ഒക്കെ. ഞാൻ കണ്ടിട്ടുണ്ട് ആൾക്കാരങ്ങനെ പറയുന്നുണ്ട് കല്യാണിക്ക് ഐശ്വര്യക്ക് അഹങ്കാരം, അതുകൊണ്ടല്ലേ പുറത്ത് സംസാരിക്കത്തില്ല. അത് ഈ റോള് കിട്ടുന്ന ഓഡിഷനിൽ ഫെയിലായ ആരോ ക്രിയേറ്റ് ചെയ്ത് ഇടുന്നത്. ഈ ഓഡിഷന് ഈ കല്യാണിയെ നോക്കി അപ്പൊ കല്യാണി സെലക്ട് ആയി. അപ്പൊ അങ്ങനെ ഹേറ്റേഴ്സാണ്. ആ കല്യാണിയായിട്ട് അഭിനയിക്കാൻ പറ്റാത്ത ആരൊക്കെയോ ഫേക്കായിട്ട് ഐഡിയ ഉണ്ടാക്കി അവരിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. കല്യാണി സംസാരിക്കും, നന്നായി സംസാരിക്കും. കല്യാണിയല്ല, ഐശ്വര്യ സംസാരിക്കും. ഈ കല്യാണിക്ക് ശബ്ദം വന്നതിന് ശേഷം കല്യാണിയും സംസാരിക്കും, ഐശ്വര്യയും സംസാരിക്കും. അങ്ങനെ